നിങ്ങൾ പറയുന്ന ആര് വരും ആര് വരും ആര് വരും? സാധ്യത എന്തെന്ന് പറയുന്ന നോക്കാം. താമര വരിയോ അറിയില്ല, നോക്കാം. തോന്നങ്ങനെ പിന്നെ അറിയില്ല, അത്രേ പറയുള്ളത്. ഇവിടെ ടൈറ്റ് കോമ്പറ്റീഷനാണ്, സമാസമം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇലക്ഷനിപ്പോൾ വിധി ഇപ്പോൾ മെയ് 4 വരിക, അപ്പോൾ അന്നേരം പറയാൻ പറ്റും. ഇപ്പോൾ 50-50 ചാൻസ്. 100%. വികസനം എന്ത് ചെയ്യാത്തത്? വികസനം കൊണ്ടുവരാത്തത് ജനങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ എല്ലാ വികസനം വന്നിട്ടുണ്ട്. എ.കെ.എമ്മിൻ്റെ ഒരു വികസനം വരാത്തില്ല. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എല്ലാ പഞ്ചായത്തും കുടിവെള്ളം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥയും ചൂടാണ്. കുടിവെള്ളം എല്ലാ പഞ്ചായത്തും അതിൻ്റെ രണ്ടനുസരിച്ചിട്ട് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് മംഗൽപ്പാടി പഞ്ചായത്തിൻ്റെ ടെൻഡർ കഴിഞ്ഞ് മഞ്ചേശ്വരം പഞ്ചായത്തിൽ വെള്ളം കൊടുത്തുകൊണ്ട് കുമ്പള പഞ്ചായത്തും ചെയ്യുന്നുണ്ട്. എല്ലാ പഞ്ചായത്തും പൊതുവെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ 8 പഞ്ചായത്തും കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ കാണുന്നില്ല. എങ്ങനെ മത്സരം, എങ്ങനെ കടുത്ത മത്സരമാണോ? കടുത്തൊന്നുമില്ല, ഈസി സിമ്പിൾ. ഒരു 10-15 ഉള്ളിൽ ജയിക്കും 100%. വളരെ സിമ്പിൾ മത്സരം. കടുത്ത ജനങ്ങൾ പറയുന്നത് കടുപ്പൊന്നുമില്ല. അത് പിരിയാൻ പോകുന്നില്ല. പിരിയാൻ പോണ്ടേ? പിരിയുന്നെങ്കിലല്ലേ അതിനെ പറ്റി ഇതാക്കണ്ടേ? പിരിയൂല, ഒരിക്കലും പിരിയൂല. മഞ്ചേശ്വരത്തെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നും അല്ല അങ്ങനെ ചെയ്യാൻ. BJP ഉണ്ടാകും, വികസനം വരും. ചിലപ്പോൾ സെൻട്രലിൽ കുറച്ച് ആനുകൂല്യം ഫണ്ടെല്ലാം കൊണ്ടുവന്നെങ്കിൽ മഞ്ചേശ്വരത്തേക്ക് കർണാടക അടുത്തുണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് നല്ലൊരു സാധ്യതയുണ്ട്. പിന്നീട് മുമ്പ് കർണാടക കൊണ്ടിട്ട് മെയിൻ ബുദ്ധിമുട്ടാണ്, എല്ലാത്തിനും പോകുന്നില്ല. കർണാടക വന്ന് കേരളം മഞ്ചേശ്വരത്ത് കാസർഗോഡ് എന്തും ഇല്ല, വികസനമില്ല. ഒരു കോളേജ് ഇല്ല, ഹോസ്പിറ്റലില്ല, പിന്നെ വെള്ളത്തിൻ്റെ താല്പര്യം, ഡ്രൈനേജ്, എന്ത് വികസനം പറയുന്ന മാത്രമേ. ഇത്ര പോലെ 5 വർഷം അവർ വന്ന് 5 വർഷം ഇവർ വന്ന് എന്ത് ഗുണമില്ല, മാറ്റമില്ല. BJP വന്നെങ്കിൽ ഒരു നല്ലൊരു മാറ്റം വരും. അല്ലെങ്കിൽ സെൻട്രൽ നല്ല ഫണ്ട് വന്നുകൊണ്ട് നല്ലൊരു മാറ്റം കിട്ടും. ആൾക്കാർ ചൂസാക്കിയ പോലെ ഉണ്ടാവും. ആൾക്കാർ ചൂസാക്കിയത് അല്ലേ? എങ്ങനെ കഴിഞ്ഞ 5 വർഷത്തെ MLA പ്രവർത്തനം എങ്ങനെ നോക്കിക്കാണുന്നു? നല്ലുണ്ടായിരുന്നു. താമര വരിയാൻ സാധ്യതയുണ്ടോ ഇവിടെ? ഒന്നും പറയാൻ പറ്റില്ല, ചാൻസ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. സാറേ, പിന്നെ BJPയും ലീഗും ഫൈറ്റാന്ന്. പക്ഷെ ഏതായാലും അഭിപ്രായം അഷ്റഫ് വരും എന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം ഉണ്ടാവോ? ഒരു 5000-6000 കിട്ടും അല്ലേ? ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വോട്ടിനാണ് വിജയിച്ചത്, 1000 വോട്ടിന് താഴെ. അതുകൊണ്ട് ഇക്കുറി ഫൈറ്റാണ്. അപ്പം ഞാൻ വോട്ട് എണ്ണതിന് ശേഷം പറയാം ആര് വിജയിച്ചെന്ന്. അത്രയും ടൈറ്റ് ഫൈറ്റാണ്. അത്രയും ടൈറ്റ്. സുരേന്ദ്രന് താമര വരാൻ സാധ്യത ഉണ്ടോ? പറയാൻ പറ്റില്ല. കൂടുതൽ ചാൻസ് UDF-നാണ്. വിജയമൊന്നും പറയുകയില്ല, അത് വിജയം വരാം. ഒരേ ഭയങ്കര സ്ട്രെങ്ത്തിലാണുള്ളത്. അപ്പോൾ ഇത് വരുമെന്ന് പറയുന്നത്. A.K.M. അഷ്റഫിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? പ്രവർത്തനം മോശമില്ല, മോശമില്ല. പുതിയ MLA വരണമെന്ന് ആഗ്രഹമുണ്ടോ? മാറണമെന്ന് ആഗ്രഹമുണ്ടോ? വന്നാലാവാ, നമുക്ക് ആര് വന്നാലും അതിന് യാതൊരു ഇതുമില്ല. അതാണ് അത് അഷ്റഫ് വരും. അയാളുടെ ശ്രമം മാത്രം. ഇവിടെ അഷ്റഫ് ഏണിൽ കയറി മുകളിലോട്ട് പോകും. A.K.M. അഷ്റഫ് അല്ലാതെ ഇവിടെ വേറെ ജയിക്കാൻ സാധ്യതയില്ല. A.K.M. അഷ്റഫ് തന്നെ വിജയിക്കുന്നത് 100% ഉറപ്പാണ്. 15000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ അഷ്റഫ് ജയിക്കും. നിങ്ങൾ പറയുന്ന ആര് വരും ആര് വരും ആര് വരും? ഈ വരുന്ന മാത്രം ഇപ്പോൾ ഇത് നിങ്ങൾ ചൊല്ലി ഞങ്ങൾ നാട്ടിലെ ചെയ്തതിനെ ചൊല്ലി ഈ വരുന്നത് മാത്രം എല്ലാവരും ചോദിക്കുന്നു തന്നെ. കാരണം നമ്മൾ നാട്ടിൽ എന്തെങ്കിലും നല്ല ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് എപ്പോഴും ഭൂരിപക്ഷം കിട്ടും. പിന്നെ ഒരുത്തനും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാണ്ട് 5 കൊല്ലത്തിൽ വെറും ഇന്നോവ കാറിൽ ചുറ്റിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു A.K.M. അഷ്റഫ് 5 കൊല്ലം ഇന്നോവ കാറിൽ ചുറ്റിയാണെന്നോ? അല്ലല്ല, A.K.M. അഷ്റഫിനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഏതൊരു MLA ആയെങ്കിലും MP ആയെങ്കിലും നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യണം. ഇതേപോലെ നമ്മളെ MP ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്ത് ചെയ്തിനി? നാട്ടിലേക്ക് ആർക്കെങ്കിലും ഒരു ഉറുപ്പ്യൻ്റെ ഒരു 100 ഉറുപ്പ്യൻ്റെ പണി കൊടുക്കുക ആരും കൊടുത്തിട്ടില്ല. ആര്? മഞ്ചേശ്വരം MLA നാട്ടിൽ ചെയ്യുന്നിടത്തൊക്കെ കുറച്ച് ചെയ്തിട്ടില്ല ഞാൻ പറയല. പിന്നെ MP ഞങ്ങളുടെ നാട് കടുപ്പുറയാണ്. മുന്നാന്ന് ഒരാളൂടെ മരിച്ചിട്ടാകുമ്പോൾ ഒരു റിക്ഷ വരെ അങ്ങേക്ക് വരുന്നില്ല. റോഡ് ശരിയില്ല, കടുപ്പുറം ശരിയില്ല, കടുപ്പുറത്ത് കല്ലിട്ടിട്ടില്ല. പണ്ട് സുബ്ബറാവിൻ്റെ കാലത്ത് കല്ലിട്ടതാണ്.
കിട്ടിട്ട് 40 കൊല്ലം മുന്ന അതേ കല്ല് ഇപ്പോഴും ഉണ്ട്, അനങ്ങിയിട്ടും കൂടെ ഇല്ല. അപ്പോൾ ഇപ്പെല്ലാം പണിയിലെല്ലാം ഇത് നാട്ടിലേക്ക് ഒരു ഉപകാരം ഈ മഞ്ചേശ്വര മണ്ഡലത്തിൽ ആര് ചെയ്തിന്? ചെയ്തവർ പറയട്ടെ, ചെയ്തവർ ജയിക്കും, ഞാൻ ചെല്ലുന്ന ചെയ്യാണ്ട് വെറുതെ ആരും ജയിക്കില്ല. അത് പറയാൻ പറ്റൂല. അവർ നല്ല ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊടുക്കും. ജനങ്ങൾ നോക്കുന്ന അതാണ്. ആര് നാട്ടിലേക്ക് ഉപകാരം ചെയ്യുന്നു അവർക്ക് കിട്ടണം ഉപകാരം. ഉപകാരം ചെയ്തെല്ലാം കിട്ടോ. ഇനോവ കാറിൽ ചുറ്റാൻ മതിയാ. സർക്കാർക്ക് പെട്രോളിന്റെ പൈസ കാറിന്റെ പൈസ നഷ്ടമുള്ളതുകൊണ്ട് വേറെ എന്തോ ഉപകാരം ഉണ്ട് നാട്ടിലേക്ക്. കഴിഞ്ഞ 5 വർഷത്തെ വികസനം എനിക്കൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അത് ഒരു കാര്യം ചെയ്തു, ഒന്ന് ട്രോണ്ടത്, പിന്നൊന്ന് ആ ചെക്ക മണ്ണിന്റെ അടിയിൽ വീണ് അവിടെ പോയിട്ട് കുറച്ച് ഹെൽപ്പാക്കിനി. പിന്നെ മഞ്ചേശ്വരം ഞാൻ കണ്ടിട്ടുള്ളൂ. അസർപ്പ് അങ്ങനത്തെ ഇവിടെ ഒരു നല്ലൊരു സ്കൂളില്ല, ഒരു ബസ് സ്റ്റോപ്പില്ല, ഒരു ബസ് സ്റ്റാൻഡില്ല, ഒരു മീൻ മാർക്കറ്റില്ല, ഒരു പച്ചക്കറി മാർക്കറ്റില്ല, റിക്ഷക്കാർക്ക് വരെ ഇവിടെ നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല. അങ്ങനെ നിങ്ങൾ കാണുന്ന നോക്കിയല്ല, എല്ലാം ബുദ്ധിമുട്ട് തന്നെ ഇവിടെ. എന്ത് ഉപകാരം നാട്ടിൽ ചെയ്തിന്? നിങ്ങൾ കാണിക്ക്. ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു മീൻ മാർക്കറ്റ് കൊണ്ടുവന്ന്, അല്ല ഞങ്ങൾ ഒരു പച്ചക്കറി മാർക്കറ്റ് കൊണ്ടുവന്ന്, അല്ല ഒരു റിക്ഷ സ്റ്റാൻഡ് കൊണ്ടുവന്നിന്, അങ്ങനെ തന്നെ ഞങ്ങൾ കാണിക്ക്. ജനങ്ങൾക്കൂടെ പോകും നടക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. ഒരു നല്ലൊരു ബസ് സ്റ്റോപ്പ് വരെ ഇല്ല ഇവിടെ. എന്താ ഉള്ളത് കാണിക്കും, പറയും. ഇതൊരു കാസർഗോഡും മഞ്ചേശ്വരവും BJP ജയിക്കുന്ന മാതിരി കാണുന്നുണ്ട്. പിന്നെ അങ്ങ് തെക്കോട്ട് എവിടെയെങ്കിലും 2-3 സീറ്റ് കിട്ടും. ഏതൊക്കെയാണ് സീറ്റുകൾ? ഇത് തെക്ക് മലപ്പുറം, പിന്നെ തിരുവനന്തപുരം, അതിൻ്റെ ഇടയിൽ ഏതോ ഒരു സ്ഥലം. ഈ കുറി താമര BJPക്ക് തന്നെ കിട്ടൂ. പിന്നെ സുരേന്ദ്രൻ തന്നെ ജയിക്കൂ. സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ വോട്ടിൽ കുറച്ചോ കമ്മ്യൂണിസ്റ്റിന് പോകും, മുസ്ലിംസിന് പോകില്ല. മുസ്ലിംസിൻ്റെ വോട്ട് കുറച്ചോ കമ്മ്യൂണിസ്റ്റിനെ പോകും. അങ്ങനെ ആകുമ്പോൾ കണക്കുകൂട്ടൽ. അപ്പോൾ ഹിന്ദു വോട്ട് കമ്മ്യൂണിസ്റ്റിന് പോയി കഴിഞ്ഞാൽ BJP എങ്ങനെയാണ് മെജോറിറ്റി കിട്ടി ജയിക്കോടെ? പറഞ്ഞാൽ ഇവിടെ മുസ്ലിംസിൻ്റെ വോട്ടും കമ്മ്യൂണിസ്റ്റിനെ പോകുന്നുണ്ട്. മുസ്ലിംസിന്റെ വോട്ടും കമ്മ്യൂണിസ്റ്റ് പോകും, ഹിന്ദു വോട്ടും കമ്മ്യൂണിസ്റ്റ് പോകും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് LDF സ്ഥാനാർത്ഥിയല്ലേ ജയിക്കുക? അല്ല, ജയിക്കില്ല. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് കുറവുള്ള, ജാസ്തി ഉള്ളത് ലീഗ് തന്നെ. അങ്ങനെ ഇപ്പം അഭിപ്രായം പറയുന്നത് കഴിഞ്ഞ കുറി നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒരു 72 വോട്ടിന് തോറ്റത്. ഈ കുറി ജയിക്കേണ്ട സാധ്യത ഞാൻ പറയുന്നത് ഞങ്ങളുടെ സംഗതി. ഇപ്പോൾ ധാരാളോട് ചോദിച്ചാൽ ധാരാളം സംഗതി പറയും. ഇപ്പോൾ നമുക്ക് കാണുന്ന അവസ്ഥ മഞ്ചേശ്വരമോ പിന്നെ അസ്രഫിനാണ് മുന്നോട്ട് പോകുന്നത് സാധ്യം ഉള്ളത് മുന്നോട്ട്. കാരണം ഈ 5 കൊല്ലത്തിൽ കുറച്ചോ എല്ലാം വേണ്ട ആൾക്കെല്ലാം പണിയെടുത്ത് കൊടുത്തു. അങ്ങനെ ആയതുകൊണ്ട് ഈ പറഞ്ഞ അസ്രഫിന് പറഞ്ഞ ചാൻസ് ഉണ്ട്. പിന്നെ സുരേന്ദ്രൻ വന്നെങ്കിൽ ആയി വന്നെങ്കിൽ നമുക്ക് നല്ലൊരു അഭിപ്രായം ആയി വന്നെങ്കിൽ നമുക്ക് നാട് നന്നായി കൊടുക്കണം. ഇത് BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇവിടെ എങ്ങനെയായാലും വിജയം സുനിശ്ചിതം എന്നാണ് BJP പറയുന്നതിനെ കുറിച്ച് എന്താ പറയുക? ഈ ഇവിടെ നമ്മൾ മഞ്ചേശ്വരം ഉണ്ടെന്നല്ലെങ്കിൽ ലീഗിൻ്റെ ലീഗിൻ്റെ ഒരു കോട്ടയായിട്ടുള്ളത്. അതുകൊണ്ട് അസ്രഫ് പറഞ്ഞ 190% അസ്രഫ് പറഞ്ഞ ചാൻസ് ആണ്. ഭൂരിപക്ഷം അസ്രഫ് തന്നെ പറഞ്ഞത്. എങ്ങനെ ഇപ്രാവശ്യമെങ്കിലും താമര വിരിവിടെ ഇല്ല, അതിന് ഒരു ചാൻസ് ഉണ്ടോയെന്ന് തോന്നുന്നില്ല. താമരക്ക് ചാൻസ് ഇല്ല. എന്താ പറഞ്ഞാൽ നമ്മളെ AKMന്റെ പ്രവർത്തനം കഴിഞ്ഞ 5 വർഷം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാധ്യതയില്ല. അതിന് ഭൂരിപക്ഷമൊക്കെ എങ്ങനെ കൂടോ? ഭൂരിപക്ഷം എൻ്റെ ഒരു കണക്കൂട്ടൽ ഒരു 10,000-ഓളം വരുമെന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ ഒരു കണക്കൂട്ടൽ. നിങ്ങളെ അഭിപ്രായം എന്താ? ഒരു 6500 മുകളിൽ ആഘോഷം ഉണ്ടാവും. അത് അസ്രഫ് ജയിക്കും തീർച്ചയായിട്ടും. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം നല്ല പ്രവർത്തനം, നല്ല ജനങ്ങൾ നല്ല മനസ്സിലാക്കി അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ താങ്ക്സ്. AK അഷ്റഫിന് തന്നെ അത് 100% ഉറപ്പാണ്. ഒരു 10,000-ന്റെ മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടി AK അഷ്റഫോട് വിജയിക്കും. പ്രാവശ്യം താമര വിരിയില്ല. ഇല്ല, വിരിയില്ല, ഒരിക്കലും വിരിയില്ല. താമര ഒരിക്കലും വിരിയില്ല ഇവിടെ. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. ഞങ്ങൾ ശക്തമായ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഞങ്ങൾ ഇവിടെ അഷ്റഫിന് വേണ്ടിയിട്ട് പണി ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ 3 പഞ്ചായത്തിൽ UDF ലീഡുണ്ടാവും. മംഗൽപ്പാടി, മഞ്ചേശ്വരം, കുമ്പള. ഇതിൽ വ്യക്തമായ ലീഡ് UDF-ന്. മറ്റേ പഞ്ചായത്തിൻ്റെ കൂടി നോക്കണം. ഈ 3 പഞ്ചായത്തിൽ UDF-ന് വ്യക്തമായ ലീഡുണ്ടാവും. പിന്നെ ഉർക്കാടി, പൈവളിക, കുത്തിക, മീഞ്ച്. അതനുസരിച്ചായിരിക്കും BJPക്ക് സാധ്യത. വികസനം തിരക്കേടില്ല. അഷ്റഫ് നല്ല വ്യക്തിയാണ്. അഷ്റഫ് ജയിക്കാൻ സാധ്യതയുണ്ട്. നേരിയ വോട്ടിനെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ട്. നല്ലൊരു മത്സരമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം നിലനിർത്തോ? അതൊരു മത്സരമാണ്. 2 പ്രാവശ്യവും ചെറിയ വോട്ടിന് 1000-ൽ താഴെ വോട്ടിനാണ് ജയിച്ചത്. നല്ല മത്സരമുണ്ട്. ഇവിടെ വിജയ AK അഷ്റഫിന് തന്നെ. AK അഷ്റഫ് തന്നെ മുമ്പ് നല്ല പണിയെടുത്തിന്. ഇതിന് അയാൾ തന്നെ വരുള്ളൂ, അയാൾ തന്നെ വരും.
ഇവിടുത്തെ വികസന കാര്യത്തിൽ ജലലഭ്യത കുറവ് ഇല്ല നല്ല പ്രവർത്തനമാണ് മൂപ്പര. ഇവിടെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ കുറവുകൾ, കുടിവെള്ളക്ഷാമം ഒന്ന് പറയുന്നുണ്ട്. ചൂട് കാലം വന്നെങ്കിൽ എല്ലായിടത്തും വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുമല്ലേ? അതിനെന്തുകൊണ്ടൊരു പരിഹാരം കണ്ടെത്തില്ല? പരിഹാരം ഇപ്പോൾ പഞ്ചായത്തിൽ കൊടുക്കുന്ന വെള്ളമല്ലോ, ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കുന്നുണ്ടാവും. പിന്നെ അതെല്ലാം പഞ്ചായത്ത് ഇങ്ങനെ നോക്കുന്നത്. മഞ്ചേശ്വരത്തെ ആശയം പറയാൻ പറ്റില്ല. താമര ഏരിയ ചെല്ലാൻ പറ്റില്ല, നമുക്ക് ചെല്ലാൻ പറ്റില്ല. എന്താണ് നമ്മളെ മഞ്ചേശ്വരത്തെ ഇലക്ഷൻ സാധ്യത? ആരാ ജയിക്കാൻ സാധ്യത എന്തെന്ന് പറയുന്നത്? നോക്കാം. താമര വരിയോ? അറിയില്ല, നോക്കാം. തോന്നണം, പിന്നെ അറിയില്ല. അത്രേ പറയുള്ളത്.